ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപനിഷത്തുക്കളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഉപനിഷത്തുക്കൾ പരിചയപ്പെടുമ്പോൾ ആദ്യം അത് എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. നിങ്ങളുടെ ട്രൂത്തിന് വേണ്ടി നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കേണ്ടി വരും. സോ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. കാരണം ആരോടും കള്ളം പറയാതിരിക്കുക, ആരോടും നിങ്ങളുടെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാതിരിക്കുക, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. അങ്ങനെ നിന്നാൽ മാത്രമാണ് നിങ്ങളായിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ യു ആർ ദാറ്റ്, അതായത് തത്വമസി, നിങ്ങൾ അതാണ്, നിങ്ങൾ ദൈവമാണ്. സോ നിങ്ങൾക്ക് അത്രയും ലിമിറ്റഡ് പൊട്ടൻഷ്യൽ നിങ്ങളുള്ളിലുണ്ട്. സോ അതിനെ ഉണർത്തുക. മൂന്നാമത്തെ കാര്യം എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ എനർജി, അതായത് എല്ലാവരും ഒരു എനർജിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ യു ആർ എനർജി എന്നുള്ളതാണ് മൂന്നാമത്തെ തത്വം. നാലാമത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ എത്തുള്ളൂ. അഞ്ചാമത്തെ ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ടേക്ക് റൈറ്റ് പാത്ത്, അതായത് നിങ്ങൾക്ക് എന്ത് റൈറ്റായിട്ട് തോന്നുന്നു ആ പാത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയില്ല. ആറാമത്തെ ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എൻജോയ്മെൻറ്റ് റിനൗൺസിയേഷനിലാണ്. അതായത് നിങ്ങളുടെ യഥാർത്ഥ പവർ റിനൗൺസിയേഷനാണ്. ഒന്നിനെയും പിടിച്ചു വയ്ക്കുന്നതല്ല നിങ്ങളുടെ പവർ. എല്ലാത്തിനും വിട്ടുകൊടുത്ത് സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നതിലാണ് നിങ്ങളുടെ പവർ. നിങ്ങൾക്ക് എന്തും ഇന്ന് നിങ്ങളുടേതായിട്ടുള്ളത് നാളെ നഷ്ടമാവാം. സോ ഒന്നിനെയും ഹോൾഡ് ചെയ്യരുത് ടൈറ്റായിട്ട്. ഏഴാമത്തെ ടീച്ചിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി വൺ ഈസ് വൺ കോൺഷ്യസ്നെസ് വിത്ത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അതായത് എല്ലാവരും ഒരേ കോൺഷ്യസ്നെസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിൽ നിൽക്കുന്നവരാണ്. നിങ്ങളുടെ പെയിനൊക്കെ കാരണം ഒരിക്കലും കോൺഷ്യസ്നെസ് അല്ല. അതിന് കാരണം നിങ്ങൾ മെൻ്റലി ഉണ്ടാക്കിയിട്ടുള്ള മെൻ്റലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള തോട്ട്സ്, ഇംപ്രഷൻസ്, അതൊക്കെയാണ് നിങ്ങളുടെ പെയിനിന് കാരണം. പിന്നെ എട്ടാമത്തെ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ട്രൂ സക്സസ് ഈസ് ഹൂ യു ബിക്കം ഇൻ ദ പ്രോസസ്. ട്രൂ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആയിത്തീരുന്നു ഈ പ്രോസസ്സിൽ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സക്സസ്. ഇതൊക്കെയാണ് ഉപനിഷത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിലുണ്ടാവും. സോ ഇന്ന് തൊട്ട് നമ്മൾ ഉപനിഷത്ത് ക്ലാസ് തുടങ്ങാണ്. എല്ലാവർക്കും ഇത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.